ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി LIC ജീവനക്കാർ പണിമുടക്കി. പണിമുടക്കിയ ജീവനക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. LICയിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3, 4 വിഭാഗം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, 85%-ലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന് നിയമപരമായി അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ 1 മണിക്കൂർ പണിമുടക്കി. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പണിമുടക്ക് ധർണ PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 7500ഓളം വേക്കൻസികൾ നോട്ടിഫൈ ചെയ്തത് ഇങ്ങനെ ഒരു അസസ്മെന്റ് പൂർത്തിയാക്കിയിട്ടാണല്ലോ. അങ്ങനെ നോട്ടിഫൈ ചെയ്ത വേക്കൻസികൾ 2700ഓളം തസ്തികകൾ നികത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാനേജ്മെന്റ് തന്നെ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അസസ്മെന്റ് പൂർത്തിയായി ഐഡന്റിഫൈ ചെയ്ത 2700ഓളം വേക്കൻസികൾ നിങ്ങൾക്ക് നിയമനം നടത്തിക്കൂടെ? അതിനെന്താ തടസ്സമുള്ളത്? അതിനവർക്ക് മറുപടി ഉണ്ടാവുന്നില്ല. ഇപ്പൊ മാൻ പവർ അസസ്മെന്റിന് വേണ്ടിയുള്ള കാലതാമസമാണെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ അസസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത വേക്കൻസികളിൽ നിയമനം നടത്താൻ മാനേജ്മെന്റ് തയ്യാറാവുന്നതിന്റെ ന്യായം അവർക്ക് തന്നെ അറിയുള്ളൂ. ജോയിന്റ് സെക്രട്ടറി AK ബിജു ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് U പ്രദീപൻ അധ്യക്ഷത വഹിച്ച പണിമുടക്ക് ധർണയിൽ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം സ്വാഗതം പറഞ്ഞു. MP അപ്പുണ്ണി, TC ബസന്ത്, ഗോവിന്ദ് മേനോൻ, ജിത്തു ജി, R അർജുൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വടകരയിൽ N ഗിരീഷ് ബാബു, P ശശിധരൻ, KP ഷൈനു, കൊയിലാണ്ടിയിൽ VP അജയൻ, K രേഖ, പേരാമ്പ്രയിൽ PP ഭാസ്കരൻ, P സുരേഷ്, താമരശ്ശേരിയിൽ ബിന്ദു ശങ്കർ, K അബ്ദുറഹ്മാൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പള കുടിശ്ശികയും അധ്യാപകരുടെയും പ്രിൻസിപ്പാൾമാരുടെയും